മതമേതെങ്കിലുമാവട്ടെ മാനവഹത്യ ചില്ലയിലാകെ മാൺപുകൾ വിടരട്ടെ മനസ്സു നന്നാവട്ടെ. ായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾക്ക് എൻ്റെ നമസ്കാരം. ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ സ്ഥാപിതമായിട്ട് 42 വർഷം പൂർത്തിയാവുകയാണ്. നാട്ടുകാരുടെയും SVM ട്രസ്റ്റിൻ്റെയും ഗവൺമെൻറ് ഏജൻസികളുടെയും നിസ്സീമമായ സഹായ സഹകരണം ഉറപ്പാക്കിക്കൊണ്ട് മികവിൻ്റെ പാതയിലൂടെ മുന്നേറുകയാണ് മലയോര മേഖലയിലെ ഈ സരസ്വതി ക്ഷേത്രം. ആരവം 2K26 എന്ന് പേരിട്ടിരിക്കുന്ന വാർഷികാഘോഷത്തിൻ്റെയും യാത്രയയപ്പിൻ്റെയും പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുക എന്നുള്ള എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. ശ്രീ P. ബാലകൃഷ്ണൻ സാറിനെ ആരവൻ 2K26ലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ K. വിജയനാണ് സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിലുള്ള പിന്തുണ നൽകുകയും വികസന MBTA തുടങ്ങി സ്കൂളിന്റെ ചാലകശക്തിയായി പ്രവർത്തിക്കുന്ന സംഘങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സ്കൂളിന്റെ പ്രവർത്തനം മികവിനാവശ്യമായ കാര്യങ്ങൾ ഏതെല്ലാം ഏജൻസിയിൽ നിന്ന് വാങ്ങിയെടുക്കാൻ പറ്റുമോ അതെല്ലാം നേടിയെടുത്ത 2 വർഷങ്ങളാണ് നമുക്കുങ്ങളിലും മികച്ച നേട്ടമാണ് ഈ കാലയളവിൽ സ്കൂളിന് ഉണ്ടായിട്ടുള്ളത്. 1,30,00,000 രൂപ ചെലവിൽ കാസർഗോഡ് നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനൊക്കെ മുന്നിൽ നിന്നത് നമ്മുടെ HM ശ്രീ ശ്രീധരൻ മാസ്റ്റർ തന്നെയാണ്. മാഷിലൂടെയാണ് പ്രശസ്ത സിനിമാ താരം ശ്രീ രഞ്ജി കാങ്കോൽ നമ്മുടെ മുഖ്യ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി സിനിമകളിൽ പ്രധാന വേഷമിട്ടു. നമ്മുടെ പ്രദേശങ്ങളിൽ ചിത്രീകരിച്ച മദനോത്സവം എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെയെത്തിയ ശ്രീ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിൽ പ്രതിഭകളെ വാർത്തിയെടുക്കുന്നതിൽ എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ സ്കൂൾ ഒരു പടി മുന്നോട്ട് തന്നെ നിൽക്കുകയാണ്. ഇന്ന് ഈ വിദ്യാലയത്തിൻ്റെ വാർഷികാഘോഷവും 31 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ PM ശ്രീധരൻ മാസ്റ്റർക്കുള്ള യാത്രയുമാണ് നടത്തപ്പെടുന്നത്. ഉപജില്ലയിലെയും ജില്ലയിലെയും മികച്ച സ്കൂളുകളിൽ എടത്തോട് ശാന്ത വേണുഗോപാൽ മെമ്മോറിയൽ സ്കൂൾ മുന്നിൽ നിൽക്കുകയാണ്. ഇത് താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ട്രസ്റ്റിന് എല്ലാവിധ ആശംസകളും ഈ വേദിയിൽ നേരുന്നു. നമുക്കറിയാം, ഒരു സ്കൂളിൽ ഒരു അധ്യാപകൻ അവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ നാട്ടുകാർക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു സങ്കടം. ശ്രീധരൻ മാഷെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2000 മുതൽ തന്നെ എനിക്ക് ഏറെ പരിചയമുള്ളൊരു അധ്യാപകനാണ് അദ്ദേഹം. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഏറെ ആത്മാർത്ഥർ എന്ത് ത്യാഗം സഹിച്ചും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഞാനേറെ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും കർത്തവ്യനിഷ്ഠയും കണ്ടിങ്ങനെ അത് മാതൃകയാകാൻ ആഗ്രഹിച്ച ഒരു ആളാണ്. പണ്ട് ഈ ജോലിയിൽ വരുന്നതിന് മുമ്പ് ഞങ്ങളൊക്കെ ഒന്നിച്ച് കോടോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ജോലിയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്കൂളിന് വേണ്ടുന്ന സൗകര്യങ്ങൾ നേടിയെടുക്കാൻ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഈ സ്കൂളിൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് വരികയാണ്. അത്തരം ഒരു ഫണ്ട് നേടിയെടുക്കാനുള്ള പ്രയത്നം എത്രയാണെന്ന് പറഞ്ഞറിയിക്കേണ്ട കാര്യമാണ്. കാരണം സർക്കാരിൻ്റെ ഒരു ഫണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം അത് അതിൻ്റെ പിറകിൽ നടന്നവർക്ക് മാത്രമേ അറിയൂ. കോടികളുടെ ഫണ്ട് ഈ സ്കൂളിന് നേടിയെടുക്കാൻ അദ്ദേഹം എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് അതിൻ്റെ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കും മറ്റുള്ളവർക്കും അറിയാം. അതുപോലെ തന്നെ അദ്ദേഹം പരപ്പ സ്കൂളുണ്ടാകുമ്പോൾ അവിടെ SPC അനുവദിച്ച് കിട്ടാൻ വേണ്ടി എപ്പോഴും പല പ്രാവശ്യവും കാസർഗോഡൊക്കെ ഞാനൊക്കെ കാസർഗോഡ് വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരുപാട് പ്രാവശ്യം എന്നെയൊക്കെ വിളിച്ച് അപ്പോൾ എങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു മികച്ച സംഘാടകനും ഒരു മികച്ച അധ്യാപകനും നമുക്കറിയാം. നമ്മൾക്ക് പല രീതിയിലുള്ള അധ്യാപകരുണ്ട്. രാവിലെ വന്ന് വൈകുന്നേരം പോയി ആ കാര്യം മാത്രം നോക്കുക. അതിനുപരി കുട്ടികളുടെ ഭാവി, സ്കൂളിൻ്റെ ഭാവി, ആ സ്കൂള് ഏറ്റവും മികച്ച സ്കൂൾ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂൾ ഏറ്റവും മികച്ച സ്കൂളായിരിക്കണം എന്നെല്ലാം മനസ്സിലുള്ള ആ ചിന്ത, അതാണ് പ്രിയപ്പെട്ട ശ്രീധരൻ മാഷാണ് ഈ വർഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നത്. അത് ഈ സ്കൂളിനും അധ്യാപക ലോകത്തിനും ഒരു തികഞ്ഞ നഷ്ടമാണ് എന്നുള്ള കാര്യത്തിൽ
യാതൊരു തർക്കവുമില്ല. നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി അദ്ദേഹത്തിന് ഞാൻ ഭാവി ജീവിതത്തിൽ അതുപോലെ ഈ സ്കൂളിനും ഈ വിദ്യാഭ്യാസ മേഖലയ്ക്കും അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ള അധ്യാപകരാണ് ഈ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തെയും അതുപോലെ ഇതിനെ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വഹിച്ച പങ്ക് ഈ ജനത, ഈ നാട്, നിങ്ങളെ വിദ്യാർത്ഥികൾ എന്നും നന്ദിയോടെ ഓർക്കും എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ സ്കൂളിൽ വന്നിട്ടാകുമ്പോഴാണ് അറിഞ്ഞത് ഈ സ്കൂളിലത്തെ കുട്ടികളേറെ ഭാഗ്യം ചെയ്ത കുട്ടികളാണ്. ഈ സ്കൂളിലത്തെ കുട്ടികൾ അത്രയധികം സൗകര്യങ്ങളാണ്, ഫ്രീ ആയിട്ടുള്ള എല്ലാം ഫ്രീ ആണ്. നിങ്ങളുടെ ബുക്ക് എല്ലാ സൗകര്യം, അതുപോലെ പിന്നെ ഈവൻ ട്രീറ്റ്മെൻ്റ് അടക്കം ഫ്രീ ആയ ഒരു സ്കൂളിലാണ് ഇവിടുത്തെ കുട്ടികൾ പഠിക്കുന്നത്. ഏറെ ഭാഗ്യം ചെയ്ത കുട്ടികൾ. അതിനേക്കാൾ ഒരു ഏറ്റവും നല്ല ഏറെ ആത്മാർത്ഥതയുള്ള അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ ഇത്തരം സ്കൂളുകളിൽ ഇത്ര നല്ല നല്ല അധ്യാപകരുള്ള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളേറെ ഭാഗ്യം ചെയ്തവരാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്കറിയാം, പല സ്കൂളിലും സ്കൂളിലെ ആൾക്കാർ കുട്ടികളെ ചേർക്കുന്നത് നമുക്കറിയാം ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അപ്പോൾ പല സ്കൂളിലും ആൾക്കാർ രക്ഷിതാക്കൾ കുട്ടികളെ ചേർക്കുന്നത് ആ സ്കൂളിലെ അധ്യാപകരുടെ അവരുടെ ആ എഫിഷ്യൻസി നോക്കിയാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ കുട്ടികളുള്ള ഒരു വിദ്യാലയം കൂടിയാണിത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഈ സ്കൂളിൽ നയിക്കുന്ന ശ്രീധരൻ മാഷും അതുപോലെയുള്ള മറ്റുള്ള അധ്യാപകരുടെ എഫിഷ്യൻസി എത്ര നല്ലതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ സ്കൂളിലെ കുട്ടികളുടെ ആ അത്ര കൂടുതൽ കുട്ടികൾ ഈ സ്കൂളിലുള്ളത് എന്ന്. അതിൽ നിന്ന് തന്നെ വേറെ ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യമില്ല. ഈ സ്കൂളിലെ ഹെഡ് മാഷും അതുപോലെയുള്ള മറ്റ് ടീച്ചേഴ്സും എത്ര കണ്ട് കമ്മിറ്റഡ് ആണ് എന്ന് ഈ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം തെളിയിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ബാക്കിയുള്ള പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ അത്തരത്തിൽ ഭാഗ്യം ചെയ്ത ഒരു സ്കൂളിലാണ് നിങ്ങൾ ഓരോരുത്തരും പഠിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരടക്കം. ഞാൻ ശ്രീധരൻ മാഷെക്കുറിച്ച് ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ പറയാനുണ്ടാവും. ഞാനൊരു സുഹൃത്തെന്ന് അദ്ദേഹത്തിൻ്റെ പുറത്ത് നിന്ന് ഞാൻ ഈ അധ്യാപക ജീവിതത്തിൽ നിന്ന് വിട്ടതിന് ശേഷം പുറത്ത് നിന്ന് നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ പറഞ്ഞു. അദ്ദേഹം ആ ജോലി ചെയ്ത കമ്മിറ്റ്മെൻറ്റ് അത് തന്നെ ആയിരിക്കും ഇത്രയധികം ആൾക്കാർ ഇന്നിവിടെ ഈ പരിപാടിക്ക് ഒത്തുചേരാൻ കാരണം എന്നുകൂടി ഞാൻ കരുതുന്നു. അപ്പോൾ മറ്റുള്ള ഇനി വരുന്ന ടീച്ചേഴ്സ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രവർത്തനം മാതൃകയാക്കി ഈ സ്കൂളിനെ ഇനിയും ഉന്നതങ്ങളിൽ എത്തിക്കണം എന്നാണ് ഈ തരുണത്തിൽ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്. ബാക്കിയുള്ള അധ്യാപകരൊക്കെ അദ്ദേഹത്തിൻ്റെ അധ്യാപനത്തിന് ഉപരിയായുള്ള ആ ഒരു സംഘാടക മികവും ഒരു കാര്യം നേടാനുള്ള ആ ഒരു ശേഷിയും മാതൃകയാക്കി മാറ്റണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ മട്ടയിലേക്കിടുമ്പം സ്റ്റാഫിൻ്റെ ഉപഹാരം നൽകുന്നതിന് പ്രശസ്ത സീനിയർ അസിസ്റ്റന്റ് ശശിധരൻ മാസ്റ്റർ അനുഗമിക്കണം. ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ സംസ്ഥാനത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികളുടെ പാഠപുസ്തകം പ്രിയപ്പെട്ട ഭാഗ്യലക്ഷ്മി മാസ്റ്ററെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്തത് റോഷൻ സാജു രഞ്ജി കാങ്കോലാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. അഭിനവ് കൃഷ്ണയെയും ക്ഷണിക്കുന്നു. ഉപജില്ലാ കായികമേളയിൽ വ്യക്തിഗത ഏറെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. ജില്ലാ ടീമിന്റെ ഭാഗമായ ഏതാണ്ട് ഭൂരിഭാഗം കുട്ടികളും നമ്മുടെ വിദ്യാലയത്തിലേതായിരുന്നു. പോയ വർഷം ഒട്ടനവധി നേട്ടങ്ങൾ അടയാളപ്പെടുത്തി വെച്ച വർഷം കൂടിയാണ്.
അനുമോദനമാണ്. മുഹമ്മദ് ആമിറിനെ അനുമോദിക്കുന്നതിന് PM ശ്രീധരൻ മാഷെ, സ്കൂളിൽ പ്രധാന അധ്യാപകൻ PM ശ്രീധരൻ മാഷെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. അനുമോദനം ഏറ്റുവാങ്ങും. അതോടൊപ്പം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ PM ശ്രീധരൻ മാസ്റ്റർക്ക് എടത്തോട് വിവിധ മേളകളിലെ ഉപജില്ലാ തലത്തിലെ A ഗ്രേഡ് കിട്ടുകയും ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ കുട്ടികൾക്കും ആരവ 2K26 ഭാഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. സ്കൂളിൻ്റെ ഇതുവരെ 1975 ശേഷം വിദ്യാലയത്തിന് വേണ്ടിയുള്ള നാട്ടിൻപുറ ചർച്ചകൾ ആരംഭിച്ചു. ഈ സമയത്ത് തന്നെ നാട്ടിലെമ്പാടും ജനകീയമായ ഇടപെടലുകളിലൂടെ പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിതമായതോടെ നമ്മുടെ നാട്ടിലെ പിന്മുറക്കാർ അടങ്ങിയിരുന്നില്ല. 1980 എടത്തോട് എഡ്യൂക്കേഷണൽ സൊസൈറ്റി രൂപീകരിച്ച് പ്രാഥമിക കൂടിയാലോചനകൾ നടത്തി. എടത്തോട് ഗ്രാമത്തിൽ ഒരു ഗവൺമെൻറ് സ്കൂൾ തന്നെ വേണമെന്ന ചേരിപ്പാടി കുഞ്ഞിക്കണ്ണൻ നായർ എന്ന മാലോ പട്ടേലരുടെ നിർദ്ദേശത്തിന് മേൽക്കൈ ലഭിച്ചതോടെ സ്കൂൾ സ്ഥാപന ശ്രമം ത്വരിതഗതിയിലായി. ഇതിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ടരെ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ ബാലകൃഷ്ണൻ സാർ, അതുപോലെ തന്നെ ഇന്ന് ഇവിടുന്ന് ഈ സ്കൂളിൽ നിന്ന് വിരമിച്ചു പോകുന്ന M ശ്രീധരൻ മാസ്റ്റർ, പ്രിയ സുഹൃത്ത് ഷൈജു മാസ്റ്റർ, ഫോക്ലോർ അക്കാദമി ജേതാവായ ഷൈജു മാഷ്, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റൊന്നുമല്ല, അതാദ്യം തന്നെ പറഞ്ഞേക്കാം. മിമിക്രി ഒന്നും അറിയില്ല. വളരെയധികം സന്തോഷം. ഈ സ്കൂളിൽ വന്ന സമയത്ത് ഞാനിവിടെ വന്നപാട് ഓഫീസ് റൂമിൽ നിന്ന് ചോദിച്ചു, ഈ ശ്രീധരൻ മാഷ് ആരാന്ന് ഇവിടുന്ന് പിരിഞ്ഞിട്ട് പോകുന്ന, അയാളൊന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ ശ്രീധരൻ മാഷ് എൻ്റെ തൊട്ട് മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന മാഷ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര ചെറുപ്പക്കാർ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പിരിയാനല്ലായോ മാഷെന്ന് ചോദിച്ചു. അപ്പോൾ മാഷ് പറഞ്ഞു, മനസ്സിന് വളരെ ചെറുപ്പമുണ്ടെന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു ചെറുപ്പം. ഇത് കാണുന്ന ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മാഷ ആ ഒരു ഊർജം എനിക്ക് കാണാൻ പറ്റി. ഞാനിങ്ങോട്ട് വന്ന സമയത്ത് ഈ സ്കൂളിൽ ആദ്യം ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിലേക്ക് വരുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ചെറിയൊരു ചിത്രം കണ്ടു. പിന്നീട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ മറ്റേ ആലപ്പാട്ടിൻ്റെ പരിസരം വലിയൊരു അതെ, വളരെ വിശാലമായൊരു സ്കൂൾ. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ ശാന്ത മെമ്മോറിയൽ UP സ്കൂൾ. ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും കിട്ടിയ വലിയൊരു ഭാഗ്യം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് എന്നുള്ളത്. ഞാനൊക്കെ പഠിച്ച സ്കൂളെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാനൊക്കെ ചെറുപ്പത്തിൽ സിനിമയിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹമായിട്ട് നാടകത്തിനൊക്കെ വേണ്ടിയിട്ട് സ്കൂളിൽ ഒരു നാടകം സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെറിയ പിള്ളേരെല്ലാം കൂടിയിട്ട് ഒരു നാടകം കളിക്കണം എന്ന് അങ്ങോട്ട് പറയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സ്കൂളിൽ ഒരു നാടകം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത്രയും കലാകാരന്മാരും അതേപോലെ തന്നെ കലാകാരികളൊക്കെ വളർത്തിക്കൊണ്ടുവരുന്ന ഒരു നല്ലൊരു സ്കൂൾ എനിക്ക് വളരെ ഇഷ്ടമായി ഇവിടെ വന്നത്. എനിക്ക് പ്രസംഗിക്കാനുള്ള വലിയ കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് ഈ മൈക്ക് എൻ്റെ നെഞ്ചത്തേക്ക് അടുപ്പിച്ച് എൻ്റെ നെഞ്ചിങ്ങനെ അടിക്കുന്നത് കേൾക്കാൻ പറ്റും. വളരെയധികം സന്തോഷം. എന്നെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വലിയ സിനിമാക്കാരെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ ഈ നാട്ടിൽ മുന്നേ വന്നിട്ടുണ്ട്. മദനോത്സവം എന്ന് പറഞ്ഞിട്ട് സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഒരു സിനിമ ഇവിടെ ഷൂട്ടുണ്ടായിരുന്നു. അതിലെ അച്യുതൻ നമ്പൂരിയും ശങ്കരൻ നമ്പൂരിയും, അതിലത്തെ അച്യുതൻ നമ്പൂരി എന്നുള്ള കഥാപാത്രം ചെയ്തത് ഞാനാണ്. അങ്ങനെയാണ് എനിക്ക് ഈ നാടുമായിട്ടുള്ള ഒരു ബന്ധം. വളരെ സന്തോഷം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സ്കൂൾ കാലഘട്ടങ്ങളിൽ മികച്ച ഒരു സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷണത്തിൽ നമ്മൾ വളർന്നു വരിക എന്നുള്ളത് ഏതൊരു കലാകാരനും ഇപ്പോൾ ഏത് മേഖലയിലേക്ക് പോകുന്നുണ്ട്, കലാപ്രവർത്തനമല്ല, ഏത് മേഖലയിലേക്ക് സ്കൂളിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഒരു നാടകം കളിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് സെലക്ഷന് പോയി. ഒരൊറ്റ സ്ഥലത്ത് സെലക്ഷൻ ആവുന്നില്ല. കാരണം നമ്മൾ വലിയ ലുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് വെല്ലിച്ചിട്ടുള്ള ഒരാളല്ലേ. അപ്പോൾ എൻ്റെ ജീവിതം, ഞാൻ ആലക്കാട് സ്കൂളാണ് UP സ്കൂളാണ് പഠിച്ചത്. അപ്പോൾ ഞാനവിടുന്ന് സംവിധായകനോട് ചോദിച്ചു, ഇങ്ങനെ മെല്ലിച്ചവർക്കും ഇങ്ങനെയുള്ളവർക്കൊന്നും അഭിനയിക്കാൻ പറ്റില്ലല്ലേ? അപ്പോൾ സംവിധായകൻ പറഞ്ഞു, നല്ല ബുദ്ധി വേണം, ഓർമ്മ വേണം, നിങ്ങളുടെ അഭിനയിക്കാനെല്ലാം പറ്റൂ. അതെയാ. അങ്ങനെ ഞാൻ ആ ക്യാമ്പിൽ നിൽക്കുന്നു പറഞ്ഞു. അങ്ങനെ ക്യാമ്പിലൊക്കെ ഇങ്ങനെ കൂടി
ഞാനിരുന്ന് കുട്ടികൾ ഈ ഉപഹാരമൊക്കെ വാങ്ങുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ പഴയ കാലം ഞാൻ കറക്റ്റ് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ റിഹേഴ്സൽ തുടങ്ങി, റിഹേഴ്സൽ ഇങ്ങനെ നടന്നു. എനിക്ക് ഒരു ക്യാരക്ടറും കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ ബെഞ്ചും ഡെസ്കൊക്കെ പറക്കി വെക്കുക, ഇവർക്ക് നാരങ്ങ വെള്ളം കൊണ്ട് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടിയായിട്ട് സൈഡായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു കുട്ടി അന്ന് ഒഴിവായി. എന്തോ ഭാഗ്യത്തിന് ആ കുട്ടി അന്ന് ഒഴിവായത് കൊണ്ടാണ് ഞാൻ സിനിമ ഇങ്ങനെ അഭിനയം എന്നുള്ളത് എനിക്ക് പറ്റുന്നില്ലത് തെളിയിച്ചത്. അപ്പോൾ ആ കുട്ടിക്ക് പകരമായിട്ട് ഞാൻ വേദിയിൽ കയറുകയും ഒരു റോസാപ്പൂ കൊടുക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇവിടെ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ പല പരിപാടികളായിട്ട് ഈ വേദിയിൽ വന്നിട്ടുണ്ട്. അവരിലൊക്കെ ഒരുപാട് വലിയ വലിയ കലാകാരന്മാരുണ്ടാവും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിൻ്റെ ഒരു സ്മരണയിൽ എന്നോട് പറഞ്ഞു എന്തെങ്കിലും എഴുതണം എന്ന് പറഞ്ഞു, ഒരു 2-3 വർഷം മുന്നേ. അപ്പോൾ ഞാൻ എഴുതിയത്, ആ നാടകത്തിൽ ഞാനൊരു റോസാപ്പൂവാണ് കൊടുത്തതെങ്കിൽ നാടകം എനിക്ക് തിരിച്ചു തന്നതൊരു പൂക്കാലായിരുന്നു ഞാൻ എഴുതി. അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലാണ് ഓരോ ഈ വാർഷികാഘോഷ പരിപാടിയുടെയും യാത്രയപ്പ് സമ്മേളനത്തിൻ്റെയും അധ്യക്ഷൻ PTA പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജയേട്ടൻ, ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടകൻ SP ആയിട്ടുള്ള ബാലകൃഷ്ണൻ സാർ, എൻ്റെ പ്രിയ സുഹൃത്തും അറിയപ്പെടുന്ന സിനിമാ താരവുമായിട്ടുള്ള രഞ്ജി കാങ്കോൽ, വേദിയിലിരിക്കുന്ന മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങളെ, ഇടത്തോട് നാട്ടുകാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി ഈ നാട്ടിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായി പ്രവർത്തിക്കുകയാണ് നമ്മുടെ വിദ്യാലയം. ഒരുപക്ഷെ കേരളത്തിൽ ശാന്താ വേണുഗോപാൽ മെമ്മോറിയൽ സ്കൂളിനെ പോലെ മറ്റൊരു സ്കൂൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. ഇതൊരു ഭംഗിവാക്ക് പറയുകയല്ല, അല്ലെങ്കിൽ വെറുതെ പറയുന്നതല്ല, കളവ് പറയുന്നതല്ല. റിപ്പോർട്ടിൻ്റെ ഭാഗമായി സതീശൻ മാഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ കടന്നു വരുന്ന കുട്ടികൾക്ക് അവർക്ക് പഠിക്കാനുള്ള പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്നു. അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്കായി സൗജന്യ ചികിത്സ നൽകുന്നു. അതിനുവേണ്ടി ആശുപത്രി നിർമ്മിക്കുന്നു. എല്ലാ ദിവസവും സർക്കാർ നൽകുന്നതിന് പുറമെ മുട്ടയും പാലും വിതരണം ചെയ്യുന്ന ഏക വിദ്യാലയം. ഇങ്ങനെ എണ്ണിപ്പറഞ്ഞാൽ കേരളത്തിലെ മറ്റു വിദ്യാലയങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് സവിശേഷതകളുള്ള, മികവുകളുള്ള ഒരു വിദ്യാലയമാണ് ശാന്താ വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ. ചെയർമാൻ്റെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് വിജയൻ അവറുകളെ, അതുപോലെ തന്നെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ബാലകൃഷ്ണൻ സാർ, DYSP ക്രൈം ബ്രാഞ്ച്, SP ക്രൈം ബ്രാഞ്ച്, ഒരു ഗ്രേഡ് ക്ഷമിക്കണം, അതുപോലെ തന്നെ പ്രശസ്ത സിനിമാ താരം രഞ്ജിത്ത് കാങ്കോൽ അവറുകളെ, BRC എന്ന് വന്ന ഷൈജു മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ, ബഹുമാനപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന ശ്രീ ബാലകൃഷ്ണൻ സാറ്, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലിരിക്കുന്ന നേതാക്കന്മാരെ, നാട്ടുകാരെ, 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീധരൻ മാഷിനെ ഇനിയുള്ള ജീവിതം ആരോഗ്യവും നല്ല രീതിയിൽ നയിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അധ്യക്ഷൻ നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ വിജയൻ, അതുപോലെ തന്നെ ഉദ്ഘാടനം ചെയ്ത ബാലകൃഷ്ണൻ സാർ, നമ്മുടെ ഇടത്തോട് സ്കൂളിൻ്റെ നല്ലൊരു അധ്യാപക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ശ്രീ ശ്രീധരൻ മാസ്റ്റർ, പ്രിയപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് സുഹൃത്ത് വിജയൻ, അതുപോലെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ക്രൈം ബ്രാഞ്ച് SP ബാലകൃഷ്ണൻ സാർ, നമ്മുടെ ഇന്നത്തെ മുഖ്യ വിശിഷ്ട വ്യക്തി ശ്രീധരൻ മാഷ്, പ്രിയപ്പെട്ട സിനിമാ താരം രഞ്ജിത്ത് കാങ്കോൽ, വേദിയിൽ ഇരിക്കുന്ന ഒരുപാട് പല മേഖലകളിൽ പ്രമുഖർ, പ്രിയപ്പെട്ട നാട്ടുകാർ, ബഹുമാനപ്പെട്ട സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ വിജയൻ, അതുപോലെ തന്നെ ഇന്നത്തെ വർണ്ണാഭമായ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ, കാസർഗോഡ് ക്രൈം ബ്രാഞ്ച് SP ബാലകൃഷ്ണൻ സാർ, ഇന്നത്തെ ഈ ചടങ്ങിന് മുഖ്യ അതിഥിയായ രഞ്ജിത്ത് കാങ്കോൽ, അതേപോലെ തന്നെ തൻ്റെ സർവീസ് ജീവിതത്തിൽ നിന്നും
വിരമിക്കുന്ന എൻ്റെ സഹപാഠി കൂടിയായിരുന്ന ശ്രീധരൻ മാസ്റ്റർ, ഇവിടെ ആദരം ഏറ്റുവാങ്ങിയ ഷൈജു മാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന ബഹുമുഖ പ്രതികളായ മറ്റ് വിശിഷ്ട വ്യക്തികളെ, ഇവിടെ ആദരം ഏറ്റുവാങ്ങിയ മറ്റ് അധ്യാപകേതര വ്യക്തികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇത്രയും പ്രിയങ്കരനായ ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന പ്രമുഖർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, ശ്രീധരൻ മാഷും ഞാനും തമ്മിൽ ഒരു വ്യാഴവട്ടക്കാലത്തിൻ്റെ വളരെ അടുത്ത ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്കൂളിനെ മുഴുവനായും നയിക്കുന്നതിൻ്റെ തിരക്കിനിടയിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം എന്നെ എപ്പോഴും വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യ യോഗാധ്യക്ഷൻ PTA പ്രസിഡന്റ് ശ്രീ വിജയൻ കെ, അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിൻ്റെ ശാന്താ വേണുഗോപാൽ മെമ്മോറിയൽ ഗവൺമെൻറ് UP സ്കൂൾ എടത്തോടിൻ്റെ ആരവം എന്ന പേരിൽ നടത്തുന്ന സ്കൂൾ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജനകീയ SP ബാലകൃഷ്ണൻ സാർ, പക്ഷേ ഇങ്ങനെ നിന്നാൽ ഈ കുഞ്ഞിയുടെ അവസ്ഥ വളരെ അപകടത്തിലാവും. വളരെ ഗൗരവമായി നമ്മൾ ഇടപെട്ടാലേ കുഞ്ഞ് രക്ഷപ്പെടുമെന്ന് ഭാഗ്യേഷ് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നിട്ട് ഭാഗ്യേഷിനോട് ചോദിച്ചു, ആരെ വിളിച്ച് ബന്ധപ്പെട്ടാലാണ് ഭാഗ്യേഷ് ഈ കുട്ടിയെ നന്നായി പരിചരിക്കാൻ സാഹചര്യം ഉണ്ടാകും? അപ്പോൾ തന്നെ ഭാഗ്യേഷ് പറഞ്ഞു, KK ശൈലജ ടീച്ചർ, മിനിസ്റ്റർ, ആരോഗ്യവകുപ്പ് മന്ത്രിയുണ്ട്, മന്ത്രിയെ കോണ്ടാക്ട് ചെയ്താൽ രക്ഷപ്പെടും മാഷേ എന്ന് പറഞ്ഞു. ഞാൻ 1-2 ആളെ ആലോചിച്ചു. വിളിച്ച് നമ്മൾ പറഞ്ഞാൽ വളരെ ഗൗരവമായി പറയണമല്ലോ. ഗൗരവമായി പറഞ്ഞാൽ അത്ര VIPs പറഞ്ഞാലല്ലേ കാര്യം നടക്കും. ആലോചിച്ചപ്പോൾ എൻ്റെ സംഘടനയുടെ സംസ്ഥാന നേതാവ് ഒരു AK ബീന ടീച്ചറുണ്ട്. എൻ്റെ അധ്യാപക സംഘടനയുടെ നേതാവാണ്. AK ബീന ടീച്ചർ എന്ത് പറഞ്ഞാലും ശൈലജ ടീച്ചർ അപ്പം കേൾക്കും. മിനിസ്റ്ററാണ്. AK ബീന ടീച്ചറെ ഞാൻ വിളിച്ച് 2 മിനിറ്റിനുള്ളിൽ ടീച്ചർ തിരിച്ച് ശൈലജ ടീച്ചറെ വിളിച്ചു, ആരോഗ്യ വകുപ്പ് മന്ത്രിയെ. അപ്പോൾ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ടീച്ചർ അന്ന് പിന്നെ ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂർ ജലദോഷം, ചെറിയ അസുഖം ഉണ്ടായിരുന്നു, ജലദോഷം ഉണ്ടായിരുന്നു. ബാംഗ്ലൂരാണുള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ടീച്ചർ വളരെ അടിയന്തരമായിട്ട് പിന്നെ കോഴിക്കോട് ആസ്റ്റർ മിംസിലെ അതിൻ്റെ മാനേജിങ് ഡയറക്ടറെ വിളിച്ചു. ഈ കുട്ടി ഒരു കാരണവശാലും പൈസയുടെ കുറവ് കൊണ്ട് കുട്ടിക്ക് അപകടം പറ്റരുത്, അതിന് വേണ്ടുന്ന എന്ത് കാര്യം വേണമെങ്കിലും പിന്നെ ആശുപത്രി സ്വീകരിക്കണമെന്ന് വളരെ കർശനമായ നിർദ്ദേശം ആരോഗ്യവകുപ്പ് മന്ത്രി ശൈലജ ടീച്ചർ കൊടുത്തു. വളരെ പെട്ടെന്ന് തന്നെ അവരുടെ അവിടെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ മാറ്റി വളരെ ഗൗരവമായി മെഡിക്കൽ ടീം പരിശോധിക്കാനും ഏറ്റവും ആധുനികമായി ചെയ്യേണ്ടുന്ന ചികിത്സയും കാര്യങ്ങളൊക്കെ അവിടെ മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യം ചെയ്തു. അപ്പോഴാണ് നമ്മുടെ പരപ്പ പള്ളിയിലെ ഫാദർ അവിടെ ഉണ്ടായിരുന്നു. ഫാദർ മനസ്സിൽ വിചാരിച്ചു, കാരണം ആരും ശ്രദ്ധിക്കാത്ത സമയത്തൊരു മാലാഹ ഇറങ്ങി വന്ന് ഈ കുട്ടിയെ പരിചരിക്കുന്ന വിധത്തിലുള്ള പരിഗണന എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ഫാദറിന് മനസ്സിലായില്ല. അപ്പോൾ പിന്നെ ഫാദർ ഡോക്ടർമാരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, കേരളത്തിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നേരിട്ട് വിളിച്ചിട്ടുണ്ട്, ഈ കുട്ടി ഒരു കാരണവശാലും അപകടത്തിൽപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് മാനേജറെ, ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിലെ മാനേജറെ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രധാനപ്പെട്ട സംവിധാനങ്ങളും ഈ കുട്ടിയെ പരിചരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു പറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിചരണം നടക്കുന്നത്. പിന്നെ അച്ഛൻ ഇത് എവിടുന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയെ വിളിച്ച സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലായത് പരപ്പ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി വിളിച്ചതാണെന്ന് മനസ്സിലായി. ഞാൻ സൂചിപ്പിക്കുന്നത് ആ കുട്ടി ഇപ്പോൾ രക്ഷപ്പെട്ടു കേട്ടോ. കളരിക്കൽ ഇവിടെ ഉണ്ടല്ലോ. കളരിക്കൽ എന്നോട് പറഞ്ഞു, മാഷേ നമ്മൾ പിരിച്ച പൈസ അടിയന്തരമായി എത്തിക്കണം, അല്ലെങ്കിൽ കുട്ടിയുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നോട് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞു, കളരിക്കലെ 2 ദിവസം കൂടി
വെന്റിലേറ്ററിൽ കിടക്കട്ടെ, എന്നിട്ട് നമ്മൾ ആലോചിച്ചാൽ മതിയെന്ന്. കളരിക്കൽ കൊണ്ടുണ്ട്, കളരിക്കലിനെ ഇരുത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നല്ല ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ലക്ഷക്കണക്കിന് രൂപയാണ് അവിടുന്ന് സൗകര്യങ്ങൾ ചെയ്ത്. കുട്ടി രക്ഷപ്പെട്ടു. കുട്ടി ഞാൻ പരപ്പ സ്കൂളിൽ പോയ സമയത്ത് എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ വീട്ടിൽ കൂടിയല്ലേ ക്ഷണിച്ചു. അപ്പോൾ എനിക്ക് പോകാൻ സമയം കിട്ടിയില്ല. എന്നോട് പറഞ്ഞു, മാഷ് ഇടത്തോടല്ലേ എന്തായാലും വരണം എന്ന് പറഞ്ഞ അമ്മയും അവരെല്ലാം വന്ന് വിളിച്ചു. ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ ഒരു ഇടപെടൽ കൊണ്ടാണ് ആ കുട്ടി രക്ഷപ്പെട്ടത്. അതിന് സംശയമൊന്നുമില്ല. അവർക്കുണ്ട്, അവർക്ക് ബോധ്യമുണ്ട്. അതിന് നല്ല പൈസ നമ്മൾ പിരിച്ചു കൊടുത്തു, നല്ല പരിചരണം കിട്ടി. ഏറ്റവും പ്രധാനപ്പെട്ട സംവിധാനത്തെ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെടാനുള്ള കാരണം. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ നാട്ടുകാർക്കായാലും നമ്മുടെ എല്ലാവർക്കും ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ് പ്രിയമുള്ളവരെ അധ്യാപകരെന്ന നിലയിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായാണ് അങ്ങനെയുള്ള ഒരു ഇടപെടൽ നടത്തിയത്. ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്, ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. എവിടെയെല്ലാമാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, നമ്മൾ പാവപ്പെട്ട കുട്ടികളാണ്. നമ്മുടെ മുമ്പിൽ വരുന്നതെല്ലാം പാവപ്പെട്ട കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഞാൻ കോടോത്ത് സ്കൂളിൽ ഞാനും SP ഒക്കെ കോടോത്ത് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സ്കൂളിലെ കുട്ടികൾ ആരും ശ്രദ്ധിക്കില്ല. നല്ല കുട്ടികളെല്ലാം രാജപുരം ഹോളി ഫാമിലിയിൽ പോകുമായിരുന്നു. ഏറ്റവും പല ഉന്നതികളിലുള്ള കുട്ടികളെയൊക്കെയാണ് അവിടെ കിട്ടുന്നത്. ബാലകൃഷ്ണ സാറിന് ശരിക്കും അറിയാം. അപ്പോൾ നമ്മൾ അവരെല്ലാം പഠിപ്പിച്ച് മിടുക്കരാക്കി ഇന്ന് വലിയ തോതിൽ ഉന്നത മേഖലകളിൽ ഡോക്ടർമാർ, എൻജിനീയർമാർ, അതുപോലെ തന്നെ RDO. ഇതിൻ്റെ ഇടയിൽ ഞാൻ പോയപ്പോൾ ഒരാൾ RTO ആണ്. കഴിഞ്ഞ ദിവസം ബാങ്ക് മാനേജർ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞു, എഴുന്നേറ്റ് വരികയൊന്നും വേണ്ട, അവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗുണഫലമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ അങ്ങനെ വലിയ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും ഞാൻ പരപ്പ സ്കൂളിൽ വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഹെഡ് മാഷായി കണ്ണിവേൽ സ്കൂളിൽ പോകുന്നത്. എനിക്ക് മുമ്പ് ഇവിടെ ഹെഡ് മാഷ് ഉണ്ടായിരുന്ന രമേശൻ മാഷായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ പോകുന്ന സമയത്ത് അവിടെ 1ാം ക്ലാസ്സിൽ 2 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. കണ്ണിവേൽ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കാൻ പോയപ്പോൾ 1ാം ക്ലാസ്സിൽ 2 കുട്ടികൾ. അവിടെ പോയി ഒരുപാട് കാര്യങ്ങൾ, ഒറ്റ വർഷം ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കിയപ്പോൾ പിറ്റേ വർഷം അവിടെ 10 കുട്ടികൾ 1ാം ക്ലാസ്സിലുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നില്ല, കുറേ ദൂരമുള്ളതുകൊണ്ട്. അങ്ങനെയാണ് ഇടത്തോടേക്ക് വന്നത്. ഇടത്തോട് വന്ന് നോക്കി ഞാൻ ജൂൺ 11 തോന്നുന്നു വന്ന് ജോയിൻ ചെയ്തത്. 14-ാം തീയതി നോക്കിയപ്പോൾ ഗ്രൗണ്ട് നിറച്ചും വെള്ളം. നിങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ടല്ലോ, ഇരിക്കുന്ന ഈ പ്രദേശം മുഴുവനും വെള്ളം. അപ്പോൾ ഞാൻ കട്ടക്കയത്തിനോട് പറഞ്ഞു, കളരിക്കലുണ്ടായിരുന്നു, കട്ടക്കയത്തിനോട് പറഞ്ഞു, പ്രസിഡന്റ്, നമ്മൾ സ്കൂൾ ഗ്രൗണ്ട് മഴ പെയ്ത മുഴുവനും വെള്ളമാണ്, വെറും വയൽ പോലെയാണ്. അതുകൊണ്ടൊരു ഡ്രെയിനേജും മറ്റു കാര്യങ്ങളൊക്കെ സൗകര്യം നൽകിക്കൊണ്ട് ഗ്രൗണ്ടിൽ മണ്ണെല്ലാം ഇട്ട് നല്ല നികത്തി നല്ല ഗ്രൗണ്ടാക്കി മാറ്റണം. അപ്പോൾ തന്നെ 7 ലക്ഷം രൂപ പ്രസിഡന്റ് പാസ്സാക്കി, പഞ്ചായത്ത് പ്രസിഡന്റ്. കളരിക്കലുണ്ടായിരുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്ന് ഏറ്റവും നല്ല ഗ്രൗണ്ടാക്കി മാറ്റും. അതുപോലെ തന്നെ നമ്മുടെ കെട്ടിടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും അങ്ങനെയാണ്. നമ്മുടെ മുൻ SMC ചെയർമാൻ മധു കോളിയാർ ബന്ധപ്പെട്ട് നമ്മൾ MLA ചന്ദ്രശേഖരൻ MLA ഒക്കെ കണ്ട് 1,30,00,000 രൂപ നമുക്ക് അലോട്ട് ചെയ്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം നടന്നു. ഇലക്ഷൻ വന്നുകൊണ്ടാണ് അതിൻ്റെ കെട്ടിട നിർമ്മാണം നടക്കാത്തത്. എഞ്ചിനീയർ വിളിച്ചിരുന്നു. നമ്മൾ ഇലക്ഷൻ്റെ കാര്യങ്ങൾ നടന്ന ഉടൻ തന്നെ നമ്മൾ സാധന സാമഗ്രികളുമായി വന്ന് അവിടെ കെട്ടിടം നിർമ്മിക്കും സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സൗകര്യങ്ങളുണ്ട്. അത് നേടിയെടുക്കാൻ നമ്മളതിൻ്റെ പുറകിലൊന്ന് ഒരു ഇടപെടൽ നടത്തിയാൽ മതി. അങ്ങനെ ഇടപെടൽ നടത്തിയാൽ നമുക്ക് നല്ല നേട്ടങ്ങളുണ്ടാകും. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ ട്രസ്റ്റിൻ്റെ സരോജ മാഡത്തിനെ വിളിച്ചു. അപ്പോൾ സരോജ മാഡം പറഞ്ഞു, ഒരുപാട് പൈസയായി നമ്മൾ ഇടത്തോട് സ്കൂളിൽ ചെലവഴിക്കുന്നത്. ചെറിയ പൈസയൊന്നുമല്ല. ഇടത്തോട് ശാന്താ വേണുഗോപാൽ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് ഏകദേശം 20 ലക്ഷത്തിൽ കൂടുതൽ രൂപ ഈ വർഷം തന്നെ ഞാൻ തന്നെ പറഞ്ഞ് പല മേഖലകളിൽ നിന്നും പറഞ്ഞ് വാങ്ങിച്ച് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിലുള്ള ട്രസ്റ്റിൻ്റെ സഹായങ്ങൾ പഞ്ചായത്തിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ നേരത്തെ നമ്മളെ BPC പറഞ്ഞതുപോലെ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെല്ലാം മിനി വീട്ടിൽ നിന്ന് ചില ആൾക്കാർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. കാരണം മിനി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയും സാമ്പാറാണ് അവർക്ക് ഇഷ്ടം. അവർ പല കുട്ടികളും പറയുന്നുണ്ട്, ഞങ്ങൾ പഞ്ചായത്തിൻ്റെ പ്രഭാത ഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിച്ചോളാം എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ അതൊക്കെ നമ്മുടെ കൃഷിക്കാരൻ്റെയും തൊഴിലാളികളുടെയും കർഷകൻ്റെ ഒക്കെ മക്കളാണ് ഇവിടെ പഠിക്കാൻ വരുന്നത്. അവർക്ക് ഏറ്റവും മികച്ച
വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ കടമ. ആ കടമ നിർവഹിക്കുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്നത്. അധ്യാപകരല്ല, നമ്മളെ നല്ല ടീമാണ് ഇവിടെ. അധ്യാപകരുടെ ടീമെന്ന് പറയുന്നത് എടത്തോട് സ്കൂളിലെ നല്ല ടീമാണ്. കലാപരമായ കഴിവുകളുള്ള അധ്യാപകരുണ്ട്. പാഠപുസ്തകം രചിക്കാൻ ഇവിടുന്ന് പോയിട്ട് പാഠപുസ്തകം എഴുതിയിട്ട് ആ പാഠപുസ്തകമാണ് കേരളത്തിലെ മറ്റു സ്കൂളിൽ പഠിക്കുന്നത്. അങ്ങനെയുള്ള അധ്യാപകർ, ഏറ്റവും നല്ല അക്കാഡമിക് വിദഗ്ധന്മാരൊക്കെ ഉള്ള സ്കൂളാണ്. സ്പോർട്സിൻ്റെ രംഗത്ത് പവിത്ര മാഷുണ്ട്. നമ്മൾ 2 ദേശീയ വടംവലി താരങ്ങളുണ്ട്. ഇവർ സംസ്ഥാന തലത്തിൽ മത്സരിച്ച് ഫസ്റ്റ് കിട്ടി. ദേശീയ മത്സരം ഇവിടെ ഉത്തർപ്രദേശിലാണ്. ആ ദേശീയ മത്സരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അവർക്ക് 13,000 രൂപ വേണം. ഒരു കുട്ടിക്ക് 13,000 വേണം, മറ്റേ കുട്ടിക്കും 13,000 വേണം. അപ്പം ഞാൻ എന്നെ പവിത്ര മാഷ അപ്പം തന്നെ വിളിച്ചു. ഞാൻ മാഷോട് പറഞ്ഞു, പൈസയുടെ കുറവ് കൊണ്ട് കുഞ്ഞുങ്ങൾ പങ്കെടുക്കാതിരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു. പൈസ നമുക്ക് കൊടുക്കാം. അപ്പോൾ തന്നെ ബ്രദേഴ്സ് ക്ലബിൻ്റെ മനീഷിനെ വിളിച്ചു. മനീഷ കുറച്ച് പൈസ കൊടുക്കണം മനീഷ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ മനീഷ് ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് പോകേണ്ട പൈസയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് ബന്ധപ്പെട്ട് ഒരു കുട്ടിക്ക് പോകേണ്ട പൈസയൊക്കെ ചേർത്തുകൊണ്ട് 26,000 രൂപ കൊണ്ട് അവർ ഉത്തർപ്രദേശിൽ പോയി വടംവലി മത്സരത്തിൽ പങ്കെടുത്ത് സ്വർണ്ണ മെഡൽ നേടിയിട്ടാണ് ഇടത്തോടേക്ക് വന്നത്. അതിന് വമ്പിച്ച സ്വീകരണം ഇവിടുന്ന് കൊടുത്തു. വമ്പിച്ച സ്വീകരണം ഇവിടെ കൊടുത്തു. ജനകീയ സ്വീകരണമായിരുന്നു. ഇടത്തോട് ടൗണിൽ വെച്ചായിരുന്നു സ്വീകരണം നടന്ന്. ഒരുപാട് പേര്, ക്ലബിൻ്റെ പ്രവർത്തകർ, വായനശാല പ്രവർത്തകർ, വ്യാപാരികൾ, നാട്ടുകാർ, കുട്ടികൾ, ബാൻഡ് മേളത്തോടു കൂടിയുള്ള സ്വീകരണം കൊടുത്തുകൊണ്ട് അവരേറ്റവും മികച്ച കുട്ടികളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത്തരത്തിലുള്ള ഗ്രാമീണ മേഖലയിൽ അങ്ങനെ വന്ന ഒരു കുട്ടി ഇപ്പോൾ സ്പോർട്സ് ഡിവിഷനിലുണ്ട് കേട്ടോ. ഈ എടത്തോട് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി പൂജ ഇപ്പോൾ സ്പോർട്സ് ഡിവിഷനിൽ പഠിക്കുക. അങ്ങനെ സ്പോർട്സ് ഡിവിഷനിലായാലും കൊക്കോ മത്സരത്തിൽ ഞങ്ങൾ ജില്ലാ ചാമ്പ്യന്മാരായിരുന്നു. കൊക്കോ മത്സരത്തിൽ മടിക്കൈ കക്കാട്ട് സ്കൂൾ ആർക്കും 1ാം സ്ഥാനം വിട്ടുകൊടുക്കില്ല. ഞങ്ങൾ നല്ല എഫേർട്ട് എടുത്ത് നല്ല പരിശീലനം കൊടുത്ത് പവിത്ര മാഷ അതിന് എല്ലാ ത്യാഗവും സഹിച്ചുകൊണ്ട് എടത്തോട് സ്കൂളിൽ കൊക്കോ ടീമോ അവർ പോകുമ്പോൾ മടിക്കൈ പോകുമ്പോൾ അവർ ചോദിക്കുക, എടത്തോട് സ്കൂളിൻ്റെ പേര് ആരും കേൾക്കാറില്ല. പക്ഷെ കളി തുടങ്ങിയപ്പോൾ സെമിയും ഫൈനലും വന്നപ്പോൾ പീക്കോട് സ്കൂളും കക്കാട്ട് സ്കൂളും എടത്തോട് ശാന്താ വേണുഗോപാലിനോട് തോറ്റു. ഫസ്റ്റ് നമ്മളും സെക്കൻഡ് പിലിക്കോടോ മറ്റാണ്, എനിക്കത് ഓർമ്മയില്ല. അപ്പോൾ അങ്ങനെ അപ്പോഴാണ് എടത്തോട് സ്കൂളും ഏറ്റവും മിടുക്കികളും മിടുക്കന്മാരുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ നിന്ന് നല്ല ടീമാക്കിയിട്ട് അവർ 8ാം ക്ലാസ്സിൽ പരപ്പ പോയി. കഴിഞ്ഞ വർഷം നമ്മൾ ഫൈനലിൽ എടത്തോടും പരപ്പയായിരുന്നു. അവർ ഫസ്റ്റ്, അവർ ഏട്ടന്മാരായതുകൊണ്ടാണ് ഫസ്റ്റ്. ബാക്കിയുള്ളവരെല്ലാം അനിയന്മാരായിരുന്നു എടത്തോട് സ്കൂളിൽ. മനോഹരമായ ഈ സായം സന്ധ്യയിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ വാർഷിക ആഘോഷം, സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ശ്രീ PM ശ്രീധരൻ മാഷ് യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്ത സൂപ്രണ്ട് പോലീസ് കാസർഗോഡ് ആദരണീയനായ ശ്രീ ബാലകൃഷ്ണൻ സാർ അവരുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച PTA പ്രസിഡന്റ്